അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ സൈക്കിളിന് പുതിയ ടയർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ടയർ മാറ്റിയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് പേരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ ടയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ടയർ വാങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസം ആയിട്ടുണ്ട്. ഒരു മാസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൊരു ജെനുവിൻ റിവ്യൂ ആണ് നമ്മൾ. അതിൽ കുറച്ച് പോസിറ്റീവ് ഉണ്ട്, കുറച്ച് നെഗറ്റീവ് ഉണ്ട്, എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കേണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പോസിറ്റീവ് തന്നെ പറഞ്ഞു തുടങ്ങാം അല്ലേ. അതെ, ഞായറാഴ്ച ആയതുകൊണ്ട് സൈക്കിൾ ഞാൻ മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് കംപ്ലീറ്റ് ഡ്രൈവ് ട്രെയിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ലൂബൊക്കെ ഇട്ട് സൈക്കിളൊക്കെ വാഷ് ചെയ്ത് നല്ല സെറ്റാക്കി വെച്ചേക്കും കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു നല്ല രീതിയിൽ സൈക്കിൾ ഇരിക്കുന്നുണ്ട്. മൊത്തം ചെളിയാറും മഴക്കാലം ആയതുകൊണ്ട് മോർണിംഗ് റൈഡൊക്കെ കഴിഞ്ഞ് മൊത്തം ചെളിയൊക്കെ പറ്റി വന്നു പറഞ്ഞു. അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്ത് കഴുകി സെറ്റാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പം നമുക്ക് പോസിറ്റീവ് കാര്യങ്ങളിൽ നിന്ന് തന്നെ പറഞ്ഞു തുടങ്ങാം. അപ്പോൾ ആ ഒരു നമ്മൾ സൈക്കിൾ വാങ്ങി അന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടവർക്കറിയാം. നമ്മുടെ പുതിയ ടയർ എന്ന് പറയുന്നത് ഷ്വാൽബയുടെ മാരത്തോൺ എന്ന് പറഞ്ഞ ടയറാട്ടോ, ഷ്വാൽബെ മാരത്തോൺ. അപ്പോൾ മാരത്തോണിൽ നമുക്ക് കുറേ മാരത്തോൺ സീരീസിൽ തന്നെ കുറേ മോഡൽസ് വരുന്നുണ്ട്. ഷ്വാൽബെ മാരത്തോൺ ഉണ്ട്, മാരത്തോൺ പ്ലസ് ഉണ്ട്. അതിൽ നമ്മളെടുത്തേക്കുന്നത് ഷ്വാൽബെ മാരത്തോൺ ദ ഗ്രീൻ എന്ന് പറഞ്ഞൊരു ടയറാട്ടോ. ഇത് കണ്ടോ, ദ ഗ്രീൻ. ഇതിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 700x32C ആണ്. നമ്മുടെ സ്റ്റോക്ക് ടയർ ആദ്യം ഉണ്ടായിരുന്നത് 700x35C ആണ്. അപ്പോൾ ഞാൻ കുറച്ച് പെർഫോമൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ആളായതുകൊണ്ട് ഒരു കുറച്ചുകൂടെ ഒരു റോളിങ് കാര്യങ്ങളൊക്കെ കിട്ടുമല്ലോ, അതുകൊണ്ടാണ് 32യിലേക്ക് മാറിയത് കേട്ടോ. അപ്പം ഇതാണ് ടയർ എന്ന് പറയുന്നത്. ടയറിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഒരു ടയറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ടയറിന് 2800 രൂപ കേട്ടോ. നമുക്ക് ഈ ഒരു ഇമ്പോർട്ടഡ് ടയറൊക്കെ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, നമ്മുടെ ഇന്ത്യൻ നമുക്കിവിടെ കുറേ ടയറൊക്കെ മാറുന്ന സമയത്തൊക്കെ റാൽസിൻ്റെ ടയർ, അങ്ങനെ ബെഡ്റോക്ക്, അങ്ങനെ കുറേ ബ്രാൻഡൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതുപോലെയുള്ള നമുക്ക് ഇമ്പോർട്ടഡ് ബ്രാൻഡ് കിട്ടാൻ ഭയങ്കര പാടാട്ടോ. പ്രത്യേകിച്ച് ആ ഒരു ബോൺ ട്രെജർ തന്നെ ആ സെയിം ടയർ തന്നെ ഇടാമെന്നായിരുന്നു ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് നമ്മുടെ ഇവിടുത്തെ സൈറ്റിലൊന്നുമില്ല. അങ്ങനെ എനിക്ക് പെട്ടെന്ന് അവൈലബിൾ ആയിട്ട് കിട്ടിയത് ഈ ഒരു മാരത്തോൺ തന്നെ കേട്ടോ. ഒരു മാസം ഉപയോഗിച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. മെയിനായിട്ട് ഈ ഒരു ടയറിൻ്റെ പ്രത്യേകതയായിട്ട് കമ്പനി പറയുന്നത്, മാരത്തോൺ സീരീസ് മൊത്തം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലോങ് ലൈഫ് നമുക്കിത് കുറേ കിലോമീറ്റർ കിട്ടും. അതായത് നമ്മുടെ ആ ഒരു ബോൺ ട്രെജർ തന്നെ എനിക്കൊരു 12,000-13,000 കിലോമീറ്റർ അടുത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഏകദേശം അത്രയും കിലോമീറ്റർ കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇവർ പറയുന്നത് മാക്സിമം പഞ്ചർ പ്രൊട്ടക്ഷനാണ്, അതുപോലെ തന്നെ നല്ല റോളിംഗ് ഉണ്ട്, അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും കമ്പനി ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ഇതിപ്പം 500 കിലോമീറ്റർ സംതിങ് ഞാനിപ്പം ഈ ഒരു മാസം കൊണ്ട് ഓടിച്ചിട്ടുണ്ട്. അപ്പം 500 കിലോമീറ്റർ ആയപ്പോൾ തന്നെ നമുക്കൊന്നും ടയറിന്റെ ഭാഗത്തൊന്നും അങ്ങനെ ഒന്നും അറിയാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് തേയ്മാനം എന്ന് പറഞ്ഞാൽ പൊടിക്ക് പോലും നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. അത് മേടിച്ച പോലെ തന്നെ ഒരു കട്ടയൊക്കെ അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. ആ സൈഡിൽ കൂടെയുള്ള ഒരു മുള്ളു പോലെ ഇരിക്കുന്ന ഒരു സംഭവമില്ല, അതൊക്കെ പോയിട്ടില്ല കേട്ടോ, അങ്ങനെ തന്നെ ഉണ്ട്. അപ്പം ഒരു നല്ലൊരു ലൈഫ് ഈ ഒരു ടയറിന്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടയറിന്റെ ഒരു ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു മോഡൽ നെയിം കണ്ടില്ലേ, ഷ്വാൽബെ മാരത്തോൺ ദ ഗ്രീൻ ഉണ്ട്. ഗ്രീൻ എന്ന് കൊടുത്താൽ കണ്ടില്ല. അതായത് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ ഒരു ലെയർ വരുന്നുണ്ട്, ഒരു ഗ്രീൻ കളറിൽ ഈ ടയറിൻ്റെ അകത്ത്. അത് നമുക്ക് കാണാൻ പറ്റില്ല. അതായത് ഇത് മാക്സിമം പഞ്ചർ പ്രൊട്ടക്ഷനാണ്. അങ്ങനെയൊന്നും പഞ്ചറൊന്നും കിട്ടില്ല എന്നാണ് കമ്പനി പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. അതുപോലെ തന്നെ ഈ ഒരു ത്രെഡ് ഈ പൊടി ചരലൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. ബോണ്ടറിൻ്റെ ആ ഒരു ടയറിൻ്റെ ഒരു ചെറിയ നെഗറ്റീവായിട്ട് പറയുകയായിരുന്നെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെ ചെറിയൊരു ലൈനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കുഴിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് ഈ മൊത്തം ചരലൊക്കെ കയറി എന്നിട്ട് എടുത്തു കളയാനൊക്കെ ഭയങ്കര പാടാണ്. ചിലപ്പോൾ കൂത്തെ ഒരു എന്തെങ്കിലും ഗ്ലാസിൻ്റെ കഷ്ണമോ ചരലൊക്കെ കയറി ഇരുന്നാൽ പഞ്ചറൊക്കെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ വളരെ കൂടുതൽ. അങ്ങനെ ഇരുന്ന് നമ്മൾ നോക്കിയില്ലായാലും ഇതിനങ്ങനെ ആ ഒരു വിഷയമില്ല. ഒരു ബ്രഷ് എടുത്തിട്ട് മൊത്തം ഒന്ന് തട്ടിക്കളഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് എത്ര വലിയ പൊടിയും ചരലൊക്കെ ഉണ്ടല്ലോ അങ്ങ് പൊക്കോളുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സൈഡിൽ കാണുന്ന ഈ ഒരു സംഭവം കണ്ടില്ല, ഇത് റിഫ്ലക്ടർ ആട്ടോ. ഇത് രാത്രിയിലൊക്കെ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ ആണേ, നല്ല രസമായിട്ട്. ടയർ കാണാൻ നല്ല ഷോ ആട്ടോ. ഈ ടയർ ഇതിലേക്ക് ഇട്ടപ്പോൾ തന്നെ നല്ല രസമാണ് കാണാനായിട്ട്. ഇത് അകലെ നോക്കുമ്പം ഒരു നമ്മുടെ റിം ബ്രേക്ക് വരുന്ന റിമ്മിൽ ആ ഒരു സിൽവർ കളർ കണ്ടില്ലേ റിഫ്ലക്ടർ, അത് റിമ്മാന്ന് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ആ ഒരു ടയറിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ നല്ല രസമായിട്ടോ കാണാനൊക്കെ ആയിട്ട്. പിന്നെ നമുക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് മെയിനായിട്ട് നല്ല റോളിംഗ് ഉണ്ട് കേട്ടോ. ടയർ ആ ഒരു ബോണ്ടറിനേക്കാളും കുറച്ചുകൂടെ റോളിംഗ് ഉണ്ട്. അത് പിന്നെ സൈസ് ഒരു സ്റ്റെപ്പ് താഴെയാണല്ലോ, 32C അല്ലേ. അത് നമുക്ക് നല്ല രീതിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. നല്ല ഹൈവേയിലൊക്കെ ആണെന്നുണ്ട് നല്ല രീതിയിൽ റോഡ് ബൈക്കൊക്കെ നിൽക്കണ പോലെ തന്നെ നല്ല പറന്ന് നിൽക്കും കേട്ടോ. നല്ലൊരു ബെറ്റർ റോളിംഗ് തന്നെ ഉണ്ട്. പിന്നെ നല്ല ട്രാക്ഷൻ ഉണ്ട് റോഡിൽ. മഴ സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും സൈക്കിളിനൊരു പരിധിയുണ്ട്, നമ്മൾ ബ്രേക്കൊക്കെ അപ്ലൈ ചെയ്യുന്നത് നോക്കി കണ്ടും പിടിക്കുക. അപ്പോൾ പോസിറ്റീവായിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇത്രയും യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ കേട്ടോ. മെയിനായിട്ടും പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത് കുറേ നാൾ ഉപയോഗിക്കാം, ലോങ് ലൈഫാണ്. ടയർ വാങ്ങിച്ചിട്ടാൽ അങ്ങനെ കിടന്നോളും. റൈഡൊക്കെ കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ കുറേ നാൾ ടയർ കിടന്നോളും കേട്ടോ. പിന്നെ ഞാൻ ആവറേജ് ഒരു 10,000 കിലോമീറ്റർ ഒരു വർഷം ഓടിക്കുന്നുണ്ട്. എന്നാലും അതാണ് മെയിനായിട്ടും പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നല്ല റോളിംഗ് ആണ്.
അതുപോലെ തന്നെ നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഇവർ ഹൈലൈറ്റ് ചെയ്ത് ഈ ഒരു ടയർ എന്ന് പറയുന്നത് അറിയാലോ, ഷോൽബെ ദ ഗ്രീൻ മാരത്തോൺ ആണല്ലോ. അതായത് ഒരു പഞ്ചർ പ്രൊട്ടക്ഷൻ, ഒരു ലെയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് കമ്പനി പറയുന്നത്. അതിലൊന്നും ഒരു കഥയില്ല. കാര്യം ഞാൻ ഈ ഒരു ടയർ വാങ്ങിച്ചൊരു 200 കിലോമീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് പഞ്ചർ ഫ്രണ്ട് ടയറിൽ അടിച്ചിട്ടോ. അത് ഏറ്റവും കോമഡി എന്ന് വെച്ചാൽ ചെറിയൊരു മുട്ടുസൂചി പോലെ ഒരു സംഭവം. ഞാനിത് ആ പഞ്ചർ കണ്ടുപിടിക്കാൻ തന്നെ കുറേ പാട് വിട്ടു. കാരണം എവിടെ നോക്കിയിട്ട് കാണുന്നത്. പിന്നെ ഈ ടയറിൻ്റെ അകത്ത് ഇങ്ങനെ വിരൽ ഓടിച്ച് നോക്കിയപ്പോഴാണ് ചെറുതായിട്ട് അതിൽ കയ്യിൽ കുത്തി കയറിയത്. അത്ര ഒരു മുട്ടുസൂചിയുടെ വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് അപ്പം ഓർത്ത് നോക്കി, ഇതിലൊന്നും ഒരു കഥയില്ല. പഞ്ചർ പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറയുന്നത് വെറും ഒരു മാർക്കറ്റിംഗ് ഒരു ടെക്നിക്ക് മാത്രമാണ്. അത് ഒരു നെഗറ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഇവരത് മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അത് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഒരു ആണിയെ കുത്തി കഴിഞ്ഞാൽ ഓക്കെ, അതിപ്പോൾ ഏത് ടയറാണെങ്കിലും പഞ്ചറാവും. ഇത് വളരെ ചെറിയൊരു സംഭവം കയറിയിട്ട് പഞ്ചറാകുമെന്ന് വെച്ചാൽ പിന്നെ ഈ ഒരു പഞ്ചർ പ്രൊട്ടക്ഷനിലൊന്നും അത് മാർക്കറ്റ് ചെയ്യുന്നതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് നെഗറ്റീവ് ആ ഒരു എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. പിന്നെ ടയർ നല്ല റോളിംഗ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. നല്ല റോളിംഗ് ഉണ്ട്, നല്ല അടിച്ച് കയറി നിൽക്കും, നല്ല റോഡിലൊക്കെ നല്ല അടിപൊളിയായിട്ട് പറന്ന് നിൽക്കും. കാരണം വെച്ചാൽ ആ ഒരു ടയറിന്റെ സൈസ് മാറി തന്നെ എനിക്ക് അറിയാറുണ്ട്. 35 32 വന്നതിന് റോളിംഗ് കൂടി, നല്ല രീതിയിൽ നല്ല പെർഫോമൻസ് കൂടി. അപ്പം കംഫോർട്ട് കുറച്ച് കുറവാണ്. കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ ഒരു മാക്സിമം എയർ പ്രഷർ എന്ന് പറയുന്നത് ഇവർ പറഞ്ഞ 95 PSI ആയിട്ടോ. അപ്പം 95 ഒന്നും ഇവർ കമ്പനി പറഞ്ഞ അത്രയൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. 95 അടിക്കുമ്പോൾ തന്നെ ഇത് കല്ല് പോലെ. ഇപ്പം തന്നെ ഞാനൊരു 80 അടിക്കാറുള്ളൂ. മാക്സിമം അത്രയൊക്കെ അടിച്ചാൽ മതി. അതായത് നല്ല സ്റ്റിഫാണ് ടയർ. നല്ല സ്റ്റിഫാകുമ്പോൾ നല്ലൊരു നമുക്ക് പെർഫോമൻസ് കിട്ടും നല്ല റോഡിലൊക്കെ. പക്ഷേ നമുക്ക് കംഫോർട്ട് ഒന്ന് പൊടിക്ക് കുറയും. അതായത് ഇപ്പം നല്ല റോഡിലൊന്നും കുഴപ്പമില്ല. ഈ ചെറിയ കുഴികളൊക്കെ ഉള്ള റോഡിൽ കൂടെ ഓടിക്കുമ്പോഴത്തേനും ടയർ നല്ല സ്റ്റിഫായിട്ടിരിക്കുകയാണെന്നുണ്ടല്ലോ, ഉള്ള വൈബ്രേഷൻ മൊത്തം നമ്മുടെ ഹാൻഡിൽ നമ്മുടെ കയ്യിൽ കിട്ടൂട്ടോ. അപ്പം ഭയങ്കര ഒരു അത്ര കംഫോർട്ടല്ല, നല്ലൊരു ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യും. അത് സംഭവം വേറെ അല്ല, പെർഫോമൻസ് കൂടുമ്പം കംഫോർട്ട് ഒന്ന് പൊടിക്ക് കുറയില്ല. അപ്പം അതങ്ങനെയാണല്ലോ. അപ്പം നിങ്ങൾ സ്ഥിരമായിട്ട് ഹൈവേയിലൊക്കെ ഓടിക്കുന്ന ഒരു റൈഡർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം ഒന്നും നിങ്ങൾ ബോധേഡാവേണ്ട ആവശ്യമില്ല. വണ്ടി നല്ല രീതിയിൽ പറന്ന് നിന്നോളും, നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ മോശം റോഡിക്കടയൊക്കെ കൂടുതലും മോശം റോഡിക്കടയൊക്കെ ഓടിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടയർ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യില്ല കേട്ടോ. കാര്യം നല്ല വ്യത്യാസമുണ്ട്, നല്ല സ്റ്റിഫ് അറിയാലോ. നല്ല അത്രയും കട്ടിയായിട്ടിരിക്കുമ്പോൾ തന്നെ നമ്മളൊരു കുഴിയിലൊക്കെ എടുക്കുമ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് മൊത്തം നമ്മുടെ ഒരു കയ്യിലേക്ക് കിട്ടും. ചെറിയ അൺഈവൻ റോഡിക്കൂടെയൊക്കെ സ്ഥിരം ഓടിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത്. അല്ലാത്ത വർഷം വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇതിന്റെ ഒരു സ്റ്റോക്ക് ടയർ, ആ ഒരു ബോണ്ടറിന്റെ ഒരു ടയറിന് ഇത്രയും ആ ഒരു പ്രശ്നമില്ല കേട്ടോ. അതിന് അത്യാവശ്യം വേണ്ട ഒരു പെർഫോമൻസും കംഫോർട്ട് ലെവലാണെന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ ഒരു പൊടിക്ക് കംഫോർട്ട് എനിക്കത് അതിൽ കൂടുതലുള്ളതായിട്ടാണ് എനിക്ക് ഇത്രയും യൂസ് ചെയ്തിട്ട് തോന്നിയത്. അപ്പോൾ നിങ്ങൾ ടയർ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടയറിന്റെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ ഒരു ഗ്യാപ്പ്, ആ ഒരു ഗ്യാപ്പൊക്കെ നോക്കി മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റും. നിങ്ങളെ ഒരു കംഫോർട്ടിനനുസരിച്ച് നിങ്ങൾ കൂട്ടണോ കുറയ്ക്കണോ എന്നൊക്കെ തീരുമാനിക്കും. ഇത്രയും നാൾ ഈ ഒരു ടയർ യൂസ് ചെയ്തിട്ട് നല്ലൊരു അഭിപ്രായമാണുള്ളത്. ഞാൻ സാറ്റിസ്ഫൈഡ് ആട്ടോ എന്തായാലും. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള അപ്ഗ്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.